Good afternoon. Good afternoon, all. Good afternoon, Miss. Okay. Last class നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ? അതെ. അതിൽ ഡ്രഗ് ടെസ്റ്റിങ്ങും സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റ് കേട്ടോ. സാധാരണയായിട്ട് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല, ബട്ട് സം ഓർഗനൈസേഷൻസ് അത് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. Due to care in being taken by the employer for recruiting the candidates having AIDS. നമ്മൾ എയ്ഡ്സ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ദ Canadian Current Government Rights Commission CHRC policy state that the commission would not consider being HIV or AIDS the free as a bona fide occupational necessity or bona fide justification unless it can be proved that being free from AIDS and HIV is essential for effective, productive and consistent performance of the job or receive programs or service. So, ശരിക്കും പറഞ്ഞാല് എയ്ഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അവരുടെ ജോബ് പെർഫോമൻസ് മേ ബി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് കുറച്ച് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കത് പകരുന്ന രീതി നമുക്കത് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എയ്ഡ്സ് അല്ലെങ്കിൽ HIV ഉള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, സെലക്ട് ചെയ്യാറില്ല. The Canadian Medical Association does not support HIV and AIDS testing. According to them, this test should only be performed in a situation where such a medical condition may impair the job performance of the candidates. എപ്പോൾ മാത്രമാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ? അത് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ മതി എന്നാ പറയുന്നത്. ഓക്കെ, നമ്മള് എംപ്ലോയേഴ്സ് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ചില എംപ്ലോയേഴ്സ് എന്ത് ടെസ്റ്റും കൂടി കണ്ടക്ട് ചെയ്യാറുണ്ട്, എയ്ഡ്സ് അല്ലെങ്കിൽ HIV ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം മേ ബി പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എംപ്ലോയേഴ്സിന് കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർക്ക് എയ്ഡ്സ് ഒന്നും ഇല്ലാത്തൊരു എയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിയോടൊപ്പം വർക്ക് ചെയ്യാൻ ചിലപ്പോൾ മറ്റ് എംപ്ലോയീസ് എന്താണ് കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് സാധാരണ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളവർ നമ്മൾ എന്ത് ചെയ്യാറില്ല, റിക്രൂട്ട് ചെയ്യാറില്ല. ദെൻ ജെനറ്റിക് ടെസ്റ്റ് ആണ് കേട്ടോ. ജെനറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് എംപ്ലോയീസിന് ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ, പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാവും. അപ്പോ അത് നമ്മൾ ഓർഗനൈസേഷൻ മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാൻഡിഡേറ്റ്സിന് ആ ഒരു ജോബിന് നമുക്ക് എന്ത് ചെയ്യണ്ട, സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആൾക്ക് ആസ്മ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആസ്മയുള്ള ഒരാള് ഒരു ഭയങ്കരമായിട്ട് പൊടിയോ അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് നമ്മൾ എന്ത് ചെയ്യണ്ട, സെലക്ട് ചെയ്യേണ്ട. കാരണം എന്താണ്, അയാൾക്ക് ഓൾറെഡി ആസ്മ എന്ന് പറയുന്ന അസുഖമുണ്ട്. അത് നമ്മൾ അയാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഹെൽത്ത് ഇഷ്യൂസ് ബാഡ്ലി അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെനറ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നോക്കാം. അക്കോർഡിംഗ് ടു ഹെൽത്ത് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് at the University of Alberta, almost 24% of genetic specialists believe that employers should have the access to employees' confidential medical record in order to determine whether the employee is likely to develop a genetic disease that could be costly to the employer. അപ്പൊ എംപ്ലോയർക്ക് താല്പര്യമുണ്ട്. എന്താണ് എംപ്ലോയർക്ക് എന്താ താല്പര്യം എന്ന് വെച്ചാൽ, എംപ്ലോയിക്ക് മേ ബി ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് എംപ്ലോയിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഓർഗനൈസേഷൻ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അസുഖം വന്നത് എന്ന് അവരെന്ത് ചെയ്യും, സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി അത് നമ്മുടെ കമ്പനിക്ക് ഒത്തിരി നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്, കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയേഴ്സ് എന്താണ് മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ആദ്യമേ തന്നെ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ജെനറ്റിക് ടെസ്റ്റ് ഈസ് എ contingent issue that process screening, monitoring,
screening or monitoring of the job applicant for genetic propensity to illness caused by various workplace chemicals or substances. Maybe ഇവർക്ക് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ആ കെമിക്കൽസും സബ്സ്റ്റൻസും യൂസ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത് എന്ന് അവർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ജനറ്റിക് മോണിറ്ററിംഗ് ഇസ് യൂസ്ഡ് ടു അലേർട്ട് വർക്കേഴ്സ് ടു വർക്ക് പ്ലേസ് ടോക്സിക്. അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, കാൻഡിഡേറ്റ്സിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ജനറ്റിക് മോണിറ്ററിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. However, the genetic screening is used to identify hereditary disease to workplace hazard. അതേപോലെ തന്നെ എന്തെങ്കിലും ഹെറിഡിറ്ററി ഡിസീസ് ഉണ്ടെങ്കിൽ, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ പാരന്റ്സിനുണ്ടാവും ആസ്മയൊക്കെ പോലത്തെ അസുഖങ്ങൾ ഹെറിഡിറ്ററി ഡിസീസ് ആണ്. അതുണ്ടെങ്കിൽ നമ്മളത് വർക്ക് പ്ലേസിന് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇറ്റ് ക്യാൻ ഓൾസോ യൂസ്ഡ് ആസ് പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് എംപ്ലോയർ. എംപ്ലോയറിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജനറ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ആ ഒരു എംപ്ലോയി മെഡിക്കലി ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തിയെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു ജോബിലേക്ക് സെലക്ട് ചെയ്താൽ മതി. Forever, those workers who have inherent sensitivity will not hired at leads to backup plan. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇതേപോലത്തെ സെൻസിറ്റിവിറ്റി പ്രോബ്ലംസ് ഉള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണ്ട? സെലക്ട് ചെയ്യണ്ട, ഹയർ ചെയ്യണ്ട. ഓക്കെ. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. It eliminates that candidates that are not physically able to perform the basic function of the job. നമ്മൾ എന്താണ് ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഫിസിക്കലി ഏബിൾ അല്ലാത്തൊരു വ്യക്തി, ഏബിൾ അല്ലെങ്കിൽ അയാൾ നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. ഇറ്റ് എലിമിനേറ്റ്സ് ദ കാൻഡിഡേറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഫിസിക്കലി ഏബിൾ. ആ ഒരു ജോബ് ചെയ്യാനായിട്ട് ഫിസിക്കലി ഏബിൾ അല്ലെങ്കിൽ നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. Existing disabilities are discovered by physically examining the candidates. അതേപോലെ തന്നെ ഇപ്പോഴുള്ള ഡിസബിലിറ്റീസ് നമുക്ക് ഡിസ്കവർ ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ ടൈം ഓഫ് ഹയറിംഗ്, നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എംപ്ലോയീസ് ഹെൽത്ത്. എംപ്ലോയിയുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാനായിട്ട്? ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനുള്ളത്. The main objective behind the physical examination is to save the company from various legal and ethical matters relating to the workman compensation. അപ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത്, ഒന്നില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിനെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഒരു അസുഖമുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അസുഖം കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് അവരോട് അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു അസുഖം മൂലം ഡെവലപ്പ് ചെയ്യുന്ന മറ്റ് അസുഖങ്ങൾക്കൊന്നും ആരും ഉത്തരവാദികളല്ല, ഓർഗനൈസേഷൻ ഉത്തരവാദികളല്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തില്ല, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, ആ അസുഖത്തിന് കോമ്പൻസേഷൻ ആര് കൊടുക്കേണ്ടതായിട്ട് വരും? കമ്പനി കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ ട്രീറ്റ്മെന്റും അതേപോലെ ബാക്കിയുള്ള എക്സ്ട്രാ കെയറും കാര്യങ്ങളൊക്കെ ആര് കൊടുക്കേണ്ടി വരും? കമ്പനി കൊടുക്കേണ്ടതായിട്ട് വരും. Those infected with a deadly disease are excluded from recruitment. എയ്ഡ്സ്, HIV പോലത്തുള്ള അസുഖങ്ങളെയാണ് ഡെഡ്ലി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങളുള്ളവരെ നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് എന്ത് ചെയ്യുക? എക്സ്ക്ലൂഡ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. It protects job applicants from performing job that are dangerous and prejudicial to their health. അതേപോലെ തന്നെ ആപ്ലിക്കൻസിനോട് ഇൻഫോം ചെയ്യാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജോബ് നിങ്ങൾക്ക് ഡേഞ്ചറസ് ആണ്, നിങ്ങളുടെ ഹെൽത്തിന് അസാഡസ് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇറ്റ് അസിസ്റ്റ് ഇൻ പ്ലേസിംഗ് കാൻഡിഡേറ്റ്സ് ഇൻ അക്കോർഡിംഗ് വിത്ത് ദെയർ ഹെൽത്ത് ഇഷ്യൂ. സപ്പോസ് നമ്മള് എന്താ പറയാ, ഇങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാല് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യുന്നത് മാറ്റി വേറെ ഏതെങ്കിലും ജോബിലേക്ക് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ കാൻഡിഡേറ്റ് വിത്ത് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഭയങ്കരമായിട്ട് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, will be placed in the job less exposed to high level of dust. അപ്പൊ ഡസ്റ്റും
ഇറിറ്റേറ്റിംഗ് ഫ്യൂംസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കി ഓരോ എംപ്ലോയിയുടെയും ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു എംപ്ലോയിനെ ആ ഒരു ജോബിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പം ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത കാൻഡിഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, അറ്റ് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യും. ഇനി എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസ് ഫിസിക്കൽ എക്സാമിനേഷൻ ടൈമിൽ നമ്മൾ ഗ്യാദർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഓർഗനൈസേഷൻ ഇൻഫർമേഷൻസ് കൂടുതൽ യൂസ്ഫുൾ ആണ്. കാരണം ഇനി ഭാവിയിൽ എന്തെങ്കിലും വർക്ക്മാൻ കോമ്പൻസേഷൻ ഇഷ്യൂസ് വരാണെങ്കിൽ നമുക്കത് നമ്മുടെ എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു വ്യക്തിക്ക് ഇന്നൊരു അസുഖം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരിക. അതേപോലെ ഡെഡ്ലി ഡിസീസ് ഒക്കെ ഉള്ള എംപ്ലോയീസിന് നമുക്ക് റിക്രൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് പറയാം, ജോബ് ആപ്ലിക്കൻസിനോട് പറയാം, ഇന്നൊരു അസുഖം ഉണ്ട്, ഇന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന് നമുക്ക് അവർക്ക് ഇൻഫോം ചെയ്യാം. ഇറ്റ് അസിസ്റ്റ് ഓക്കെ. ദെൻ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ജോബ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നോക്കുന്നത്, റെഫറൻസ് ചെക്ക് ആണ്. റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് വെരിഫൈങ് ദ ക്രിമിനൽ റെക്കോർഡ്, കൊമേഴ്ഷ്യൽ റെക്കോർഡ്, ഫിനാൻഷ്യൽ റെക്കോർഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് റെഫറൻസ് ചെക്ക്. ഒരു വ്യക്തിയുടെ ക്രിമിനൽ റെക്കോർഡ് നമ്മളൊരാളെ നമ്മുടെ ഓർഗനൈസേഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, ക്രിമിനൽ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ റിജക്ട് ചെയ്യാം. കൊമേഴ്ഷ്യൽ റെക്കോർഡ്സ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എങ്ങനെയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട്. ഈ വെരിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. റെഫറൻസ് ചെക്കിന്റെ മറ്റു നെയിമുകളാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ആൻസ്റ്റൻസ് ചെക്ക് എന്ന് പറയുന്നത്. The check are commonly used by the employer to bring out more information about the candidate's qualification. ഇതിനു വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ്, കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിലേറ്റിംഗ് ടു ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട്, ഈ ജോബിന് അദ്ദേഹം ഫിറ്റ് ആണോ, ക്യാരക്ടർ, വർക്കിംഗ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. These checks are also used to evaluate the potential hiring risk for the safety and security purpose. So നമ്മൾ ഈ ചെക്ക് എന്തിനെ കണ്ടക്ട് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഹയർ ചെയ്യുന്ന വ്യക്തി കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിയല്ലേ, നമുക്ക് അതാണ് സേഫ്, നല്ലൊരു റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് തന്നെ നമ്മൾ ഹയർ ചെയ്യണം. എംപ്ലോയീസ് instant verification tool is used to identify the information given by the candidates in relation to the previous employment. നമ്മൾ റെഫറൻസ് ചെക്കിൽ കോമൺ ആയിട്ട് പ്രീവിയസ് എംപ്ലോയറുടെ പേരൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസ് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻസ്. പ്രീവിയസ് എംപ്ലോയറിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഇന്ന വ്യക്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇന്നൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. However, through verification of an individual previous employment relieve several unreported employment, falsification about the previous title, duties and employment gap. അപ്പോൾ പ്രീവിയസ് എംപ്ലോയറിന്റെ അടുത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും അൺറിപ്പോർട്ടഡ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ശരിക്കും അവർ ഫേക്ക് ആയിട്ടാണ് എംപ്ലോയ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലേ, അതേപോലെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ടൈറ്റില് മുമ്പ് ചീഫ് അക്കൗണ്ടന്റ് ആണ് എന്നൊക്കെയാണ് ടൈറ്റിൽ കൊടുത്ത്, മേ ബി നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും ജൂനിയർ അക്കൗണ്ടന്റ് ആണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ, അതേപോലെ അദ്ദേഹം അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് പെർഫോം ചെയ്തത്, അതേപോലെ എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെഫറൻസ് ചെക്ക് എന്തുകൊണ്ട് നല്ലൊരു മെത്തേഡ് ആണ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, റെഫറൻസ് ചെക്ക് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്കിൽ നോക്കുന്നത് കേട്ടോ. ഓക്കെ,
ഫസ്റ്റ് പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ഗിവൺ ബൈ ജോബ് ആപ്ലിക്കൻസ്. ജോബ് ആപ്ലിക്കൻസ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ചെക്ക് ഫസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. Sometimes job applicant may not give accurate information regarding previous employment, education in order to increase their employability. മേ ബി അവരുടെ പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ചിട്ട് എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കില്ല, അക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കില്ല. അല്ലെങ്കിൽ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് അവർ കുറച്ച് കൂട്ടി ഇൻക്രീസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഡറിൽ കൊടുക്കാത്ത എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എംപ്ലോയബിലിറ്റി, നമുക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. Thus, the reference is used to verify the information provided by the candidates regarding previous employment. പ്രീവിയസ് എംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ റെഫറൻസ് യൂസ് ചെയ്യാറുണ്ട്. ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പറ്റൻസ്. ഇഫ് ഇന്റർപേഴ്സണൽ സ്കിൽ ഈസ് എസെൻഷ്യൽ ഫോർ എനി ജോബ് പ്രൊഫൈൽ, ഏതൊരു ജോബിനെ സംബന്ധിച്ചും ഇന്റർപേഴ്സണൽ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദസ് ഇൻ ദ കേസ് a separate category should be presented on reference check in order to obtain the information. അപ്പോൾ കൂടുതലായിട്ട് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒരു ജോബില് ഇന്റർപേഴ്സണൽ സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റെഫറൻസ് ചെക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തിന് എത്ര ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ട്, എങ്ങനെയാണ് അദ്ദേഹം വ്യക്തികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓരോ ഹ്യൂമൻ ബീങ്സിനെയും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, HR കോർഡിനേറ്റർ, HR എക്സിക്യൂട്ടീവ്, പ്രൊഫൈൽസ് എക്സെട്ര. നമ്മൾ HR കോർഡിനേറ്ററും HR എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഇന്റർപേഴ്സണൽ സ്കിൽസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റെഫർ ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു പോസ്റ്റിലേക്ക് അവരെ അപ്പോയിന്റ് ചെയ്യുള്ളൂ. ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഗീവ് ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് എന്തുകൊണ്ടാണ്, അത് ഒമിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, അത് ഐഡന്റിഫൈ ചെയ്യും. Sometimes candidate may not give details regarding to their background because they believe that will be reduce their chance of employment. അപ്പോൾ സാധാരണ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കാറില്ല, ഫുൾ ആയിട്ട് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ മേ ബി ആ എംപ്ലോയ്മെന്റ് കിട്ടാന്നുള്ള ഒരു ചാൻസ് കുറയ്ക്കാൻ ഇത് കാരണമാകും. അതുകൊണ്ട് അവർ ഫുൾ ഇൻഫർമേഷൻസ് കൊടുക്കില്ല. Most of the employer wants to check whether the candidates have any criminal record or not. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയർക്കും മെയിൻ ആയിട്ടൊരു ചെക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിമിനൽ റെക്കോർഡ് ഉള്ള ഒരു വ്യക്തിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എന്നാലാണ് നമ്മളുടെ ഓർഗനൈസേഷനിൽ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷണൽ പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന മറ്റു വ്യക്തികൾക്കും സേഫ് ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ അതിനൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും? ചില ജോബിന്റെ കേസിൽ നമ്മളത് ചോദിക്കാറുണ്ട്. ഓക്കെ, ചെക്ക് ദ ഒമിഷൻ ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞു. സെർവ് ആസ് എ predictor of the job success. Reference check is used to predict the ability of the job applicant to perform the task and duty. റെഫറൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ആപ്ലിക്കന്റിന്റെ എബിലിറ്റി, ആ ഒരു ജോബ് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ക്യാൻ ബി യൂസ്ഡ് ടു ഫോർകാസ്റ്റ് ജോബ് സക്സസ്. നമുക്ക് ജോബ് സക്സസ് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വില്ലിംഗ്നെസ് ഓഫ് പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയി ടു ഹയർ ദ ആപ്ലിക്കന്റ്. നമ്മൾ സാധാരണയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പാസ്റ്റ് എംപ്ലോയി നിങ്ങളെ ഹയർ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ള കാര്യങ്ങൾ. അപ്പോ if the previous or current employer is eager to hire the applicant, it helps to get clear view of candidates potential. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിലൂടെ കറന്റ് എംപ്ലോയറിനോടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായവും ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. മേ ബി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇനി സപ്പോസ് നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ വരാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി ആ കറന്റ് എംപ്ലോയറിനോട് എത്ര സത്യസന്ധനാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനും അതനുസരിച്ച് വെരിഫൈ ചെയ്യാനും പറ്റും. ദെൻ പർപ്പസ് ഓഫ് എന്താണ്? റെഫറൻസ് ചെക്ക് ആണ് നമ്മൾ നോക്കിയത്. അത് കൂടാതെ എന്താണ് റെഫറൻസ് ചെക്ക് എന്നും ചെക്ക് റീഡ് ചെയ്യാം കേട്ടോ. എന്താണ് റെഫറൻസ് ചെക്ക് എന്നുള്ളതും പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്കും ഒന്ന് റീഡ് ചെയ്യാം.
റീഡ് ചെയ്യാട്ടോ, പർപ്പസ് ഓഫ് റെഫറൻസ് ചെക്കും കൂടി റീഡ് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോർഷൻ മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് പർപ്പസ് ആണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട്, ജോബ് ആപ്ലിക്കന്റ് പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ക്യാരക്ടർ ആൻഡ് ഇന്റർപേഴ്സണൽ കോമ്പിറ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യാം. ജോബ് സക്സസ് പ്രെഡിക്റ്റ് ചെയ്യാൻ, ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വില്ലിംഗ്നെസ് ഓഫ് ദ പാസ്റ്റ് ഓർ കറന്റ് എംപ്ലോയർ ടു റീഹയർ ദ ആപ്ലിക്കന്റ്. നമ്മൾ വീണ്ടും ആ പാസ്റ്റ് അല്ലെങ്കിൽ കറന്റ് എംപ്ലോയർ റീഹയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് കേട്ടോ. എത്ര ടൈപ്സ് ഓഫ് റെഫറൻസ് ചെക്ക് നമുക്ക് സാധാരണ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഈസിയും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്. അദ്ദേഹം നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ആ കാൻഡിഡേറ്റ്സ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യും. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ, അദ്ദേഹം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇപ്പൊ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കും, നമ്മൾ ആ ഓർഗനൈസേഷനും ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ ടെലിഫോൺ റെഫറൻസ് ആണ്. അത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് இந்த ടെലിഫോൺ റെഫറൻസ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആ എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്യും, ത്രൂ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യും. ദെൻ റിട്ടേൺ റെഫറൻസ് ചെക്ക് ആണ്. റിട്ടേൺ റെഫറൻസ് ചെക്ക് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ്. നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള ലെറ്ററോ ഒരു മെയിലോ നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനിക്ക് അയക്കുകയും കമ്പനിയിൽ നിന്ന് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ത്രൂ റിട്ടേൺ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിസീവ് ചെയ്യുകയും ചെയ്യും. ദെൻ പേഴ്സണൽ റെഫറൻസ് ആണ്. നമ്മൾ പേഴ്സണൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. കാൻഡിഡേറ്റ്സ് പേഴ്സണൽ റെഫറൻസിന് വേണ്ടിയിട്ട് വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തിനോട് നമ്മൾ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ റെഫറൻസ് ചെക്ക് കഴിഞ്ഞാൽ ഫിഫ്ത്ത് വൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അദ്ദേഹം പാസ് ഔട്ട് ആയത്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ആ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവവും ക്യാരക്ടറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും മെത്തേഡ്സിലൂടെയാണ് സാധാരണ കോമൺലി എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്. Internet-based reference is a method of inquiring and checking the information given by the candidates online with the help of a computer. ഒരു കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. In this method, the employer use various search engines such as Google, Yahoo, etc. ഇതേപോലത്തെ സെർച്ച് എൻജിൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, reference check to verify that the information provided by the candidates by the
candidates is true or not. അദ്ദേഹം പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്തത്. Nowadays, internet-based reference check are become popular in India among various organizations because now employer want to less time and effort for reference check. In India, common ആയിട്ട് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് അധികം സമയമൊന്നുമില്ല ഈ റെഫറൻസ് ചെക്ക് ചെയ്യാനായിട്ട്. സോ അധികം എഫേർട്ട് എടുക്കാനും അവർ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ് ഇപ്പോൾ കോമൺലി പോപ്പുലർ ആയിട്ടും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്ക് ആണ്. നെക്സ്റ്റ് റെഫറൻസ് ചെക്ക് ആണ് ടെലിഫോൺ റെഫറൻസ് ചെക്ക്. ത്രൂ ടെലിഫോണിലൂടെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് ഏത്? ടെലിഫോൺ റെഫറൻസ്. ഇൻ ദിസ് മെത്തേഡ് എംപ്ലോയർ മേ വെരിഫൈ ദ കാൻഡിഡേറ്റ്സ് ഇൻഫർമേഷൻ ഓവർ ദ ഫോൺ. എംപ്ലോയർ എന്ത് ചെയ്യും? കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് ഫോൺ വഴി വെരിഫൈ ചെയ്യും. എ ടെലിഫോൺ reference check allows the employer to assess the one of the applicant previous employer and then determine the truthfulness of the data about the applicant. നമ്മുടെ ത്രൂ ടെലിഫോണിലൂടെ നമ്മുടെ എംപ്ലോയർ കാൻഡിഡേറ്റ്സിന്റെ പ്രീവിയസ് എംപ്ലോയറിനെ കണക്ട് ചെയ്യും, അദ്ദേഹത്തിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യും ആപ്ലിക്കന്റ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പാസ്റ്റ് എംപ്ലോയർ പറഞ്ഞ ഇൻഫർമേഷനും കറക്റ്റ് ആണോ ഒന്ന് ക്രോസ് ചെക്കും കൂടി ചെയ്യും. Then return reference ആണ്. In this method, a letter is used to check or enquire the information about the candidates. ഈ ഒരു കേസിൽ നമ്മൾ ലെറ്റർ ആണ് റെഫറൻസ് ചെക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻസ് നമ്മൾ ലെറ്റർ മുഖേനയാണ് കളക്ട് ചെയ്യുന്നത്. A large amount of information is collected by HR department of the candidate's previous organization. Previous organization HR department ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. The data collected by HR department, the previous employer of the candidates whose name has been mentioned by the candidates. ആരുടെ പേരാണോ ആ ഒരു നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ റെഫറൻസ് ചെക്കിന് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ഇൻഫോം ചെയ്യും, നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ചെയ്യും. ദിസ് മെത്തേഡ് ഇസ് വെരി ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ലെറ്റർ അയക്കുന്നു, അത് അവർക്ക് കിട്ടുന്നു, അതിൽ ഇൻഫർമേഷൻസ് റിപ്ലൈ തരുന്നു, നമ്മൾ റീഡ് ചെയ്യുന്നു, നമ്മളത് ഡിസിഷൻ എടുക്കുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. The question is return request reference should be direct, simple and related to the job. ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, നമ്മുടെ ജോബായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. റിട്ടേൺ റെഫറൻസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ എക്സാം ആൻഡ് നോൺ എക്സംപ്റ്റ് ദ എംപ്ലോയി. നമ്മൾ റിട്ടേൺ ടെസ്റ്റ് അവർ എക്സംപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നോൺ എക്സംപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ റെഫറൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് പേഴ്സണൽ റെഫറൻസ്. നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? നമ്മൾ പേഴ്സൺസിന്റെ പേര് കൊടുക്കാറുണ്ട്. റെഫറൻസ് ആയിട്ട് നമുക്കറിയാവുന്ന നമുക്ക് കൂടുതലായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയുടെ പേര് കൂടി നമ്മൾ ചിലപ്പോൾ കൊടുക്കും. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും മെയിൽ ഐ ഡി ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മെനി ഓർഗനൈസേഷൻ ഗീവ് reference to the candidates in which the name of known peoples are requested. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളെ കുറിച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. So it is lengthy process. Sometimes this process is not useful. ഇത് ലെങ്തി പ്രോസസ് ആണ്. ചില കേസുകളിൽ ഇത് യൂസ്ഫുൾ അല്ല, ഉപയോഗശൂന്യമാണ്. Personal reference should be only be used in those cases whether there is no option for any other reference check. നമുക്ക് പേഴ്സണൽ റെഫറൻസ് ചെക്ക് എപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു റെഫറൻസ് ചെക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് നമ്മൾ പേഴ്സണൽ റെഫറൻസ് ചെക്ക് യൂസ് ചെയ്യുന്നത്. In this method, employee get a clear picture of the applicant because this types of reference is conducted by the people who know very little about the candidates. അപ്പൊ നമ്മള് പേഴ്സണൽ റെഫറൻസ് ചെക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ പിക്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരാളാണ്, ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ നമുക്കൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ റെഫറൻസ് ചെക്ക് ആണ്. ആ വ്യക്തിനെ കുറിച്ചിട്ട് ആ വ്യക്തി പറഞ്ഞിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് പോയി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മനസ്സിലാക്കിയും അദ്ദേഹത്തിന്റെ ബിഹേവിയറും ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. Then education institution ആണ്.
reference check to educational institution. In this method, employer can use educational institution to verify the candidate's information. കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും, അധികം പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെക്ക് ചെയ്യും. This method is used to check the integrity of the education record provided by the candidates. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറും കാര്യങ്ങളും മനസ്സിലാക്കാന്ന് മാത്രമല്ല, നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ റെക്കോർഡ് എത്ര ഇന്റഗ്രിറ്റി ഉണ്ട്, എത്ര സത്യസന്ധമായിട്ടാണ് അല്ലെങ്കിൽ കറക്റ്റ് ആണ് എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റെഫറൻസ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് റെഫറൻസ് ചെക്കിനെ കുറിച്ചിട്ടാണ്. മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് പറഞ്ഞത്. മെയിൻലി 5 ടൈപ്പ് ഓഫ് റെഫറൻസ് ചെക്ക് ആണ് കോമൺലി ഉള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ചെക്കും, ദെൻ ടെലിഫോൺ ബേസ്ഡ് റെഫറൻസ് ചെക്ക്, റിട്ടൺ റെഫറൻസ് ചെക്ക്, പേഴ്സണൽ റെഫറൻസ് ആൻഡ് ലാസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് ചെക്ക്. ഇത്രയും കാര്യങ്ങളും മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്ക് ഒന്ന് റീഡ് ചെയ്തേ. ഏതൊക്കെ മെത്തേഡാണ്, ജസ്റ്റ് മെത്തേഡ്സുകളും അതെന്തൊക്കെയാണ്, ഏതാണ് ഈസി, ഏതാണ് ടൈം കൺസ്യൂമിങ് എന്നൊക്കെ ഒന്ന് വേഗം റീഡ് ചെയ്തേ.
റീഡ് ചെയ്തോ? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ ആണ് കേട്ടോ. നമ്മൾ ഈ റെഫറൻസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? സെലക്ഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ എടുക്കും. A selection or hiring decision should be made after interviewing the candidate for a position. ഒരു പൊസിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ഷൻ അല്ലെങ്കിൽ ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. The employer must identify these candidates is suited for the job. നമ്മൾ ആ ഒരു കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും എംപ്ലോയർ എന്താ നോക്കുന്നത്? ആ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ആ ജോബിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നാണ് വെരിഫൈ ചെയ്യുന്നത്. Hiring decisions are considered as the most important business decision which an employer takes. Hiring decision എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. കാരണം ആ എംപ്ലോയർ എടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ എന്താണ്? ഹയറിംഗ് ഡിസിഷൻ ആണ്. Thus, hiring decisions are vital for the success of the organization. നമ്മളൊരു ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ഹയറിംഗ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. A poor hiring decision can have serious consequences. ഒരു poor hiring decision ആണ്, നമ്മൾ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള വ്യക്തിനെയാണ് നമ്മൾ ഹയർ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷനെ ബാഡ്ലി എഫക്ട് ചെയ്യും. The manager must determine whether the candidate is capable of performing the job effectively. നമ്മൾ ഈ ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ കാൻഡിഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ജോബ് എഫക്റ്റീവ്ലി പെർഫോം ചെയ്യോ, വെദർ ഹി ഓർ ഷീ ഹാവ് ഓൾ ദ സ്കിൽസ്. ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് അതിൻ്റെതായ സ്കിൽസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ which is essential for the job. ആ ഒരു ജോബ് ചെയ്യാൻ അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, സ്കിൽ ഉണ്ടോ, ജോബ് എഫിഷ്യൻസി ഉണ്ടോ എന്നെല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഹയറിംഗ് ഡിസിഷൻ എടുക്കുന്നത്. Following are the points must be taken to account while making hiring decision. Hiring decision എടുക്കുമ്പോൾ നമ്മൾ താഴെ പറയുന്ന പോയിന്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അത് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി. ആ ഒരു എംപ്ലോയിയുടെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ വർക്ക് ഹിസ്റ്ററി നമ്മൾ നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്യണം. നോളജ് ആൻഡ് എബിലിറ്റി, നമ്മൾ സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ നോളജും കാര്യങ്ങളും മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലൂടെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റെഫറൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെയും കറക്റ്റ് ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എബിലിറ്റി ടു സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്, അദ്ദേഹത്തിന്റെ ലോജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എബിലിറ്റി എങ്ങനെയാണ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അദ്ദേഹത്തിന് എന്തോരം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ട് എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. A commitments and motivation to perform the work in the company. ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് കമ്മിറ്റഡ് ആവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ, അതേപോലെ മോട്ടിവേറ്റഡ് ആണോ, അപ്പൊ വർക്ക് ചെയ്യാൻ വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി അദ്ദേഹം മോട്ടിവേറ്റഡ് ആണോ എന്നും കൂടെ എന്ത് ചെയ്യും? ഉറപ്പ് വരുത്തും. ഇനി hiring an appropriate candidate for the organization is very difficult task. ഹയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്ത്? ഹയറിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ എംപ്ലോയർ ഹാസ് എനി ഡൗട്ട് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് എബിലിറ്റി, കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റിനെ കുറിച്ചിട്ട് എംപ്ലോയർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ then he or she should not hire the that person. ആ ഡൗട്ടുള്ള വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാം? ഹയർ ചെയ്യാതിരിക്കുക. കാരണം ഹയർ ചെയ്തിട്ട് വരുന്ന കോൺസിക്വൻസ് മേ ബി കുറച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലും അപ്പുറമായിരിക്കും. ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ റൂൾ ഫോർ മേക്കിംഗ് ആൻഡ് ഹയറിംഗ് ഡിസിഷൻ. മെയിൻ ആയിട്ട് നെഗറ്റീവ് പ്രോസസ് ആണ്
സെലക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹയറിംഗ് ഡിസിഷനും ഒരു സെലക്ടീവ് പ്രോസസ് ആണ്, സോ നെഗറ്റീവ് പ്രോസസ് ആണ്. അതിൽ വെച്ചാൽ നമ്മൾ റിജക്ട് ചെയ്യാണ് ഫസ്റ്റ്. നമുക്ക് ഏറ്റവും ബാക്കി അൺനെസസറി ആയിട്ടുള്ള അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, അറ്റ് ടൈം റിജക്ട് ചെയ്യാണ്. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്. അപ്പോ എന്താണ് ഹയറിംഗ് ഡിസിഷൻ, എന്തെല്ലാം ഫാക്ടേഴ്സ്, എന്തെല്ലാം ഫോളോയിങ്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊന്ന് റീഡ് ചെയ്തേ. എന്താണ് സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷനും അതേപോലെ തന്നെ പോയിന്റ്സ് തൊട്ട് വേഗം റീഡ് ചെയ്യണേ. റീഡ് ചെയ്ത് നോക്കിയോ? സിമ്പിൾ ആണ്. പോയിന്റ്സുകളൊക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് വൺ വേർഡ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ പോയിന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ടിപ്സ് ഫോർ മേക്കിംഗ് ഹയറിംഗ് ഡിസിഷൻ. ഹയറിംഗ് ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദ ഫോളോയിങ് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. എംപ്ലോയർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അവരുടെ നീഡ്സും വാണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ആൻ എംപ്ലോയർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്കിൽ which are necessary to perform the job. അതേപോലെ തന്നെ എംപ്ലോയർക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവണം, എന്താണ് ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ എന്ത് സ്കില്ലാണ് ആ എംപ്ലോയിക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവണം. എംപ്ലോയർ മസ്റ്റ് പ്രയോറൈസ് ദ സ്കിൽ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ്. നമ്മുടെ ജോബിന്റെ നേച്ചർ അനുസരിച്ച് അത് ആ എംപ്ലോയർ എന്ത് ചെയ്യണം, ആ സ്കില്ല് പ്രയോറൈസ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. Okay. Employer must prepare interview questions before conducting an interview. Interview conduct ചെയ്യുന്നതിന് മുമ്പായിട്ട് interview questions നമ്മൾ എന്ത് ചെയ്യണം, prepare ചെയ്യണം. He or she should prepare a question guide which must include some behavioral interview question. അപ്പോ അദ്ദേഹം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ. ആൻഡ് എംപ്ലോയർ ഷുഡ് ഓൾസോ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനും ആസ്ക് ചെയ്യാനും പറ്റും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഹെൽപ്സ് ദ ഇന്റർവ്യൂവർ ടു ഫൈൻഡ് ഔട്ട് ഹൗ ദ കാൻഡിഡേറ്റ്സ് തിങ്ക് ആൻഡ് റിസോൾവ് എ പ്രോബ്ലം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാൻഡിഡേറ്റ്സിന് അടുത്ത് ചോദിക്കുമ്പോൾ അവർ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. എംപ്ലോയർ ഷുഡ് സ്റ്റേ അവേ ഫ്രം ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആൻഡ് ലീഡിങ് മിസ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ലീഡിങ് മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. Then employees should ask some probing questions to the candidates. കുറച്ചും കൂടി പ്രോബ്ലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് ചോദിക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടി അന്വേഷണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. Then it helps in identifying the knowledge and understanding of the candidates. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രോബ്ലിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ നോളജും അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. ആ കാൻഡിഡേറ്റ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ എംപ്ലോയർ ഷുഡ് എൻഷുർ ദാറ്റ് candidates give relevant information
Some candidates access the internet for online interview tips. സാധാരണയായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യാൻ പോകുന്നതാണ് ഇന്റർവ്യൂവിന് വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന്റെ ബേസിക് ഫോർമാറ്റ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ബൈഹാർട്ട് പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും. ബൈഹാർട്ട് പഠിക്കുമ്പോൾ നമ്മള് എന്താ പറയാ, ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബബബയായിരിക്കും, ഒന്നും പറയാനായിട്ട് കിട്ടില്ല. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കാൻഡിഡേറ്റ്സ് എന്താ പറയാ, പ്രിപ്പയർഡ് ഫോർ ഇന്റർവ്യൂ, വെൽ അവെയർ ഓഫ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ അവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം. അവർ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, മേ ബി ഞാൻ എക്സാമ്പിൾ പറയാം, സാലറി പാക്കേജ് ചോദിക്കാം, എക്സ്പെക്ടേഷൻ ചോദിക്കാം, ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. അങ്ങനെ ചില റെലവെന്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓർഗനൈസേഷൻ, നമ്മൾ എംപ്ലോയർ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർവ്യൂർ നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് സാലറി എക്സ്പെക്ട് ചെയ്യുന്നത്, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മളിപ്പോ ഫിക്സഡ് പറയണം, ഞാൻ 40,000 to 50,000 ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നതിന് നല്ലത് മേ ബി എന്റെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻസും നോക്കിയിട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള പേ ആയിരിക്കും ഓർഗനൈസേഷൻ തരാ എന്നാണ് എന്റെ എക്സ്പെക്ടേഷൻ എന്നുള്ള രീതിയിലാണ് ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ട്. നമ്മൾ എടുത്തടി തന്നെ അപ്പൊ തന്നെ ആ എമൗണ്ട് നമ്മൾ അവരോട് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. Then employers should never accept a standard response because an interview is an evaluation to whether the candidate is suitable for the job or not. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിന് എന്താ പറയാ, സ്റ്റാൻഡേർഡ് റെസ്പോൺസ് തന്നെ പറയണമെന്നില്ല, നമ്മളുടേതായ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ആണ് പറയുന്നതെങ്കിൽ കാൻഡിഡേറ്റ്സിന് കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ആ ജോബിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ അതൊരു നമ്മൾ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് പറയാതെ നമ്മളുടേതായ രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ സെലക്ഷൻ ഡിസിഷനും കഴിഞ്ഞു. ഇനിയാണ് ജോബ് ഓഫർ. നമ്മൾ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് കൊടുക്കണം. എംപ്ലോയ്മെന്റ് ഓഫർ കൊടുക്കാണ് ആപ്ലിക്കന്റ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ജോബ് ഓഫർ. The offer of the employment is also called job offer. നമ്മൾ ആ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഓഫറിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ജോബ് ഓഫർ. It is an official communication on the part of the employer to the applicant. നമ്മൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് എംപ്ലോയർ ആപ്ലിക്കന്റിനോട് ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ എംപ്ലോയർ ഓഫർ ദ ജോബ് ടു ദ ആപ്ലിക്കന്റ്. നമ്മൾ ആ ഒരു ആപ്ലിക്കന്റിന് ആ ജോബ് ഓഫർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഐദർ ബി ഓറൽ, കൺസേർവ്ഡ് ഓർ ടെലഫോൺ ഓർ ക്യാൻ ബി ഇൻ റിട്ടേൺ. നമ്മൾ ഒന്നില്ലെങ്കിൽ ഓറൽ ആയിരിക്കും, അല്ലെങ്കിൽ ടെലിഫോൺ ആയിരിക്കും, ഓർ മേ ബി റിട്ടേൺ ആയിരിക്കും. ഇൻ ദ ഫോം ഓഫ് എ ലെറ്റർ ത്രൂ ഇലക്ട്രോണിക് മീഡിയ ലൈക്ക് ഇമെയിൽ. ഓഫർ ലെറ്റർ നമുക്ക് മേ ബി ഇമെയിലൂടെയും കിട്ടും. When the offer is written form, it should be clearly mentioned the നമ്മൾ ഓഫർ ലെറ്റർ റിട്ടേൺ ഫോമിലാണെങ്കിൽ അതിൽ ക്ലിയർലി എന്തെല്ലാം കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം, ഡെസിഗ്നേഷൻ, നമ്മളുടെ സ്ഥാനം, സാലറി, ജോയിനിങ് ഡേറ്റ്, ഇനി എനി പർട്ടിക്കുലർ ടേംസ് ഓർ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്. ചിലപ്പോൾ ചില ഓഫറുകളിൽ കണ്ടീഷൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും, അതെന്താണ് എന്നും കൂടി സ്റ്റേറ്റ് ചെയ്യണം. മേ ബി ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഓഫർ ലെറ്ററിൽ തന്നെ പറയണം. In the case of non-academic hiring, before giving job offer, it is necessary to get all the documents verified and authorized. The employee should clearly explain the terms and conditions regarding the job by the Human Resource Department. നമ്മൾ നോൺ അക്കാഡമിക് ഹയറിംഗ് ആണെങ്കിൽ നമ്മൾ ആ ജോബ് കൊടുക്കുന്നതിന് ഓഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് ഉണ്ട്. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം കണ്ടീഷൻസും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. സാധാരണയായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. വൺസ് ദ എംപ്ലോയി സൈൻ ദ ഓഫർ ലെറ്റർ, നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ദ ഓഫർ ബിക്കം ലീഗലി ബൈൻഡിങ് ഓൺ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. അപ്പോൾ നമ്മൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തായി, ആ ഒരു കമ്പനിയിലെ എംപ്ലോയി ആയിട്ട് മാറി. അതോടൊപ്പം തന്നെ നമ്മൾ ആ കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും.
ഓക്കെ, ഇതാണ് ഒരു ലീഗലി ഒരു ബൈൻഡ് ആണ്. ലീഗൽ റിലേഷൻഷിപ്പ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ജോബ് ഓഫർ ലെറ്റർ റിസീവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷൻ കഴിഞ്ഞിട്ട് ടിപ്സും ജോബ് ഓഫറും കൂടി ഒന്ന് റീഡ് ചെയ്യട്ടോ. എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളതും ജോബ് ഓഫറും കൂടി ഒന്ന് റീഡ് ചെയ്യേ. ഓക്കെ കേട്ടാ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ അത് റീഡ് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.